ഓട്ടെ. ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ആണ്. കാരണം വണ്ടി എടുത്ത അന്ന് തൊട്ട് ഉള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് വണ്ടിയിൽ ഒരു പവർ സ്റ്റിയറിംഗ് കയറ്റണമെന്ന്. ശരിക്കും ചെറിയ വണ്ടിക്ക് പവർ സ്റ്റിയറിംഗ് വേണ്ടെന്ന് എല്ലാവരും പറയും. പക്ഷേ നമുക്കൊരു സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ട് വണ്ടി തിരിച്ച് നമ്മൾ ഓടിച്ചെടുക്കുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഒരു പവർ സ്റ്റിയറിംഗ് നമ്മുടെ വണ്ടിയിൽ കയറ്റാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ സ്റ്റിയറിംഗ്. ഇത് മാരുതി സെന്നിൻ്റെ തന്നെ VXIയിൽ വരുന്ന പവർ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ മാരുതി സെൻ VXIയിൽ വരുന്ന പവർ സ്റ്റിയറിംഗ് ആണ്. ഇവിടെ നമ്മൾ നമ്മുടെ ആലപ്പുഴയിൽ മണ്ണഞ്ചേരി എന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ്. അവിടെ തിരിക്കാൻ നമുക്ക് നല്ല ലാഭത്തിലാണ് തന്നത്. കാരണം ഇതിൻ്റെ മാർക്കറ്റ് വില എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ പകുതിക്കാടി കുറവ് പൈസ മാത്രമേ എനിക്ക് ഈ ഒരു പവർ സ്റ്റിയറിങ്ങിനായുള്ളൂ. അപ്പം ഇത് വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പവർ സ്റ്റിയറിംഗ് ഇതിലും വണ്ടി എടുക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു സാധനം, ഇതിൻ്റെ പേര് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ അങ്ങനെ എന്തോ സംഭവമാണിത്. എനിക്ക് കറക്റ്റിൻ്റെ പേര് അറിയത്തില്ല, അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. ഈ ഒരു സാധനം ഉൾപ്പെടെ നിങ്ങൾ വണ്ടിയിൽ എടുക്കുക. അതേപോലെ തന്നെ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വയറിംഗ് ഈ ഒരു കപ്ലർ ഭയങ്കര അത്യാവശ്യമുള്ള കപ്ലറാണ്. നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഒരു കപ്ലർ നിങ്ങൾ ചോദിച്ച് വാങ്ങി മേടിക്കണം. കാരണം ഈ കപ്ലർ ഇല്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല. കൊടുക്കാം, പക്ഷേ ഇച്ചിരി പാടാണ്. വയറിംഗ് കാര്യങ്ങളൊക്കെ സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. നമ്മുടെ ചിക്കു ഇതേ പിടിച്ചുകൊണ്ട് നിന്നിട്ട് അവന് നല്ല വെയിറ്റ് എത്ര കിലോ ഉണ്ടോ ഇത്? നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മാമൻ്റെ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്. മാമനാണ് എനിക്കിത് സെറ്റ് ചെയ്ത് തരാൻ പോകുന്നത്. വയറിംഗ് ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. പൊക്കി പിടിച്ചടാ. വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നമ്മുടെ വണ്ടിയിലേക്ക് കയറുന്ന പുള്ളി മെക്കാനിക്കാണ്. പുള്ളിയുടെ വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വയറിങ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അധികം സമയം കളയാതെ തന്നെ നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അധികം സമയം കളയാതെ തന്നെ നമുക്ക് നേരെ അമ്പലപ്പുഴയ്ക്ക് പോകാം. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് നമ്മൾ കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്റ്റിയറിംഗ് ഇന്ന് മാറി നമ്മുടെ പവർ സ്റ്റിയറിംഗ് കയറുവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്തുകൊണ്ടാണ് നമ്മൾ പവർ സ്റ്റിയറിംഗ് കയറണമെന്ന് പറയുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഓട്ടത്തിൽ കുഴപ്പമില്ല, പക്ഷെ നിർത്തി ഓടിക്കാതെ ഭയങ്കര പാടാണ് നമുക്ക് ഈ ഒരു പവർ സ്റ്റിയറിംഗ് ഇല്ലെങ്കിൽ കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്നൊക്കെ ഒന്ന് ആ റോഡിലോട്ടൊക്കെ ഒന്ന് ഓടിച്ച് കയറണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നേരെ അമ്പലപ്പുഴ ചെന്നിട്ട് പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യുന്ന കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ പവർ സ്റ്റിയറിംഗ് കയറ്റാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റിയറിംഗ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ സ്റ്റിയറിംഗ് അഴിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിയറിംഗ് അഴിച്ച് പഴയ കോളം ഊരിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് നമുക്ക് പുതിയ കോളം സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ, ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീറ്ററിൻ്റെ ലൈൻ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ RSW എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റിൽ നമ്മൾ ലൈൻ എടുക്കണം. നമ്മുടെ RPM മീറ്റർ പവർ സ്റ്റിയറിംഗ് കട്ടാവാൻ വേണ്ടി ഉള്ള ലൈനാട്ടോ ഇത് നമ്മൾ എടുക്കണം. ഇവിടെ സോൾഡർ ചെയ്തെടുക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്. സോൾഡർ ചെയ്തെടുക്കാം, പക്ഷേ അവിടെ ഇത് കിട്ടത്തില്ല കറക്റ്റായിട്ട്. ഉള്ള പരിപാടിയാണ്. ഇങ്ങനെ വന്നേച്ച് ഇവിടെ വന്നേച്ച് കയറും. അപ്പോൾ നമ്മുടെ കോളം കയറ്റിയിട്ടുണ്ട്. ഇനി വയറിംഗ് ആണ്. വയറിംഗ് ഞാനാണ് ചെയ്യുന്നത്. മാമൻ ഇലക്ട്രീഷ്യൻ അല്ല, മെക്കാനിക്കാണ്. അപ്പോൾ പുള്ളി എനിക്ക് നമ്മുടെ സ്റ്റിയറിംഗ് കോളം കയറ്റി തന്നിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വയറിംഗ് ആണ്. വയറിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ വയറിംഗ് ആണ്. നമുക്ക് തന്നെ ചെയ്യാവുന്ന വയറിംഗ് ആണ്. അപ്പം ഈ സാധനം മറ്റേ വണ്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ വണ്ടിയിലോട്ട് കയറ്റി വർക്ക് ചെയ്യുമോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും വയറിംഗ് കണക്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അറിയാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്ക് നേരെ വയറിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കപ്ലർ. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന വയർ എന്ന് പറയുന്നത് ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. പിന്നെ ഈ കണക്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഞാൻ കെട്ടിയിട്ട് വെച്ചിരിക്കുന്ന വയറുണ്ടോ, ഒരു പർപ്പിളിൽ വൈറ്റ് ലൈൻ വരുന്നത്, ഇത് നമുക്ക് വേണ്ടാത്ത ലൈനാണ്. ഇതിൻ്റെ ഡയഗ്നോസിങ് പോർട്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ബാക്കിയുള്ള വയറുകളെന്ന് പറയുന്നത് ഇതേ നമുക്കപ്പോൾ മെയിനായിട്ട് വേണ്ട വയറുകളാണ് നമ്മുടെ ഈ ഒരു 3 വയറുകൾ. ഈ 3 വയറുകളിൽ നമുക്ക് ഈ നടുക്ക് കാണുന്ന ഈ ഒരു മഞ്ഞ വയറെന്ന് പറയുന്നത് നമ്മുടെ RPM എടുക്കാനുള്ളതാണ്. ഞാൻ കാണിച്ചുതരാം എവിടെ കൊടുക്കേണ്ടതെന്ന്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു ബ്ലാക്കിൽ വൈറ്റ്, ഇത് നമ്മുടെ ഇഗ്നീഷനാണ് കേട്ടോ. നമ്മൾ താക്കോൽ ഓണാകുന്ന സമയത്ത് മാത്രം നമ്മുടെ മൊഡ്യൂൾ ഓണാകാനുള്ള ഒരു ഇഗ്നീഷൻ. പിന്നെ ഈ ഒരു വയറെന്ന് പറയുന്നത് നമ്മുടെ മീറ്ററിൻ്റെ അകത്ത് നമ്മൾ എടുക്കേണ്ടതാണ്. അതായത് ഇവിടെ ആയിട്ട് നമ്മളൊരു വയർ ഓൾറെഡി വലിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ മീറ്ററിൻ്റെ അകത്ത് RSW എന്നൊരു സംഭവമാണ്. അതായത് നമ്മുടെ ഈ ഒരു MBFയുടെ മീറ്ററാണ്. ഇതിൻ്റെ അകത്ത് RSW എന്ന് പറയുന്നൊരു സ്ലോട്ടുണ്ട്. അതായത് നമ്മുടെ ജസ്റ്റ് ബാക്കിൽ നമുക്ക് ആ മീറ്ററിൻ്റെ ബാക്കിലോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും RSW എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എടുത്ത് വയറാണ് ഈ വയർ എന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ മീറ്റർ അടിക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും RSW എന്നൊരു വയറുണ്ട്. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഒരു വയർ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ പോസിറ്റീവ്, നെഗറ്റീവ്, റെഡിൽ ബ്ലാക്കിൽ റെഡ് ഉള്ളത് പോസിറ്റീവ്, മറ്റേത് നെഗറ്റീവ്. പിന്നെ നമുക്ക് ഈ ഒരു പർപ്പിളിൽ വയർ വൈറ്റ് ലൈൻ വരുന്ന വയർ നമുക്ക് വേണ്ടാത്ത വയറാണ്. ബാക്കിയുള്ള 3 എണ്ണം ഇതെന്ന് പറയുന്നത് നമ്മുടെ
എഞ്ചിൻ RPM എടുക്കുന്നതാണ് ഈ ഒരു ലൈൻ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നീഷൻ, ഇതെന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ മീറ്ററിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ലൈൻ, ആ ലൈനാണ് നമ്മുടെ ഈ ഒരു വയർ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണാം. നമ്മളിപ്പോൾ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇഗ്നീഷനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെന്നിൽ ഇതാണ് കേട്ടോ മെയിൻ ലൈൻ, അതായത് എപ്പോഴും ബാറ്ററിയിൽ നിന്ന് ലൈൻ വരുന്ന ലൈനാണ് ഈ വെള്ളയിൽ പച്ച ലൈൻ വരുന്നത്. അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ലൈൻ നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു പോസിറ്റീവ് ലൈൻ ബ്ലാക്കിൽ റെഡ് വയർ ഉണ്ടോ, ഇത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണം. അതായത് നമ്മൾ ഫ്യൂസ് കേസ് എടുക്കുന്നുണ്ട്, ഒരു 30 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസ് കേസ് ഉപയോഗിച്ചാണ് നമ്മളത് കണക്ട് ചെയ്യുന്നത്. കാരണം ഫ്യൂസ് ഇട്ടില്ലെങ്കിൽ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കട്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 30 ആമ്പിയറിൻ്റെ ഫ്യൂസ് നമ്മളിതിൽ വാങ്ങിയിടേണ്ടതാണ് കേട്ടോ. ഓട്ടെ നോക്ക് ഫ്രണ്ട് സ്റ്റാർട്ടാവാത്തില്ലടാ മോനെ പവർ സ്റ്റിയറിംഗ്. അപ്പോൾ നമ്മള് സ്റ്റിയറിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് അലൈൻ ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ചിലപ്പം നമ്മൾ അഴിച്ചുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ലെവലിനായിരിക്കത്തില്ല ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് ഇരിക്കുന്നുണ്ട്, ഒരു വണ്ടി നേരെ പോകണം, സ്റ്റിയറിംഗ് ഒരു സൈഡിലോട്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളത് അലൈൻ ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പോൾ ഹൈവേ ആണ് നമ്മൾ പോകുന്നത്, അപ്പോൾ ഇതിനും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒതുക്കുകയാണെങ്കിൽ ഇടറോട്ടിൽ സ്ട്രൈറ്റ് ഇടറോഡുള്ള ഇങ്ങോട്ട് കയറ്റിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റിയറിംഗ് ഇങ്ങനെ അലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളിത് നട്ടിട്ട് തിരിച്ച് മുറുക്കുവാണ്. അപ്പോൾ സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിയറിംഗ് അലൈൻ ചെയ്യുന്നത്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഇറങ്ങുന്നത് സ്ട്രൈറ്റ് റോഡിലാണ്. സ്ട്രൈറ്റ് റോഡെ കൊണ്ടിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ വണ്ടി ഒന്ന് നടുക്ക് അത്യാവശ്യം തിരക്കില്ലാത്ത റോഡാണ് കേട്ടോ. അപ്പോൾ നടുക്കൊന്ന് നിർത്തി നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ക്യാപ്പ് കണ്ടില്ലേ, നമ്മുടെ ക്യാപ്പ് കൂടെ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പവർ സ്റ്റിയറിംഗ് അങ്ങനെ ഓക്കെ ആയിരിക്കാണ്. Yeah, I'm about to fade away, cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Got a build up of my thoughts sitting in an ashtray.